കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന വാശിയില്ലെന്ന് കെ സുധാകരൻ. തനിക്ക് ഇതൊരു ആഡംബരമോ അലങ്കാരമോ അല്ല, ആർക്കും ഏത് പ്രസിഡന്റിനെയും വെക്കാം, ആ പ്രസിഡന്റ് സഹകരണം കൊടുക്കും. പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചകൾ നടക്കുന്നില്ലെന്നും അത്തരം ചർച്ചകൾക്ക് ആരും എതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം വലിയ സ്വപ്നമല്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനം പോലും സ്വപ്നമല്ലെന്നും ഞാൻ അതിനൊന്നും ക്ഷണിക്കാൻ പോകുന്നില്ലെന്നും എന്റെ രാഷ്ട്രീയം CPM-നെതിരായ കോൺഗ്രസ് രാഷ്ട്രീയമാണെന്നും 6 വയസ്സ് മുതൽ CPM-നെതിരെ പോരാടുന്നയാളാണെന്നും ആ പോരാട്ടം തുടരുമെന്നും അതിന്റെ ഭാഗമായി പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാതിരിക്കുകയാണ് ലക്ഷ്യമെന്നും സുധാകരൻ പറഞ്ഞു. എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കെ.പി.സി.സി പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. കെ.പി.സി.സി പ്രസിഡന്റ് ആയില്ലെങ്കിൽ വായുവിൽ പറന്നു പോകില്ലെന്നും ഞാൻ ജനമനസ്സിലുണ്ടെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുണ്ടാകും, പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും നേതൃമാറ്റ ചർച്ച പാർട്ടിയിൽ നടക്കുന്നില്ല, അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിന് ആരും എതിരല്ല, ന്യായാന്യായം നോക്കി യുക്തമായ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് എടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് പോലീസ് ബോധ്യപ്പെടുത്തിയാൽ പോലീസിന്റെ നിർദ്ദേശം അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ട്. മനസാവാച കർമ്മ ഞാനുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ എന്നെ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമാണ്. ഒരുപാട് കേസ് നടത്തി ശീലമുള്ളയാളാണ്, അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും വിറപ്പിക്കാനും ആരും നോക്കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അങ്ങനെ ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നോടൊക്കെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ്. ആ കത്ത് അതിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട്. നാളെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു. ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 2-3 പ്രോഗ്രാം ഉള്ളത് അവരുടെ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കാക്കി. ഈ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല? എനിക്ക് വേറെ നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ടോ? അതിൽ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അതിൽ താങ്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും കരുതുന്നത്. അത് അവരോട് നിങ്ങൾ ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയാമായിരുന്നു അല്ലെ അറിയാമായിരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല യുക്തിയുണ്ടോ? നിങ്ങൾ പോലീസുകാരോട് പോയി ചോദിക്കുക, അദ്ദേഹത്തിന് അറിവുണ്ടോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത്, അദ്ദേഹം കഴിഞ്ഞത് പൈസ അടിച്ചോട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചോ. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടതെന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അത് തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. പിണറായി വിജയന് ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിൽ പ്രതിയാക്കുന്നുണ്ട്. ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതിയാക്കേണ്ടതുണ്ട്. എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട. ഞാൻ ലോയറുമാണ്, ഞാൻ പഠിച്ചവനുമാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട്.